ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്ററാണ് ഫ്രം ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് അല്ലേ. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു നെയിമാണ് ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജ്യൂസിനെ എല്ലാം എന്ത് ചെയ്തു, ഇദ്ദേഹം റെലിഗേറ്റ് ചെയ്യുകയും അല്ലേ, അവരെ ഒരു സെക്കൻഡറി പേഴ്സണായി കാണുകയും അവരെ അടിച്ചമർത്താനും തുടങ്ങി. അങ്ങനെ അവിടെ വരുന്ന ധാരാളം ലക്ഷക്കണക്കിന് ജൂതന്മാരെ ഈ ഹിറ്റ്ലർ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ട് പാർപ്പിക്കുകയും അവിടെ വെച്ച് പലരും മരിക്കുകയും പലരെയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹിറ്റ്ലറിൻ്റെ ഈ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഈ അവസ്ഥ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ആര്, നമ്മുടെ ആൻ ഫ്രാങ്ക്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, അവരുടെ കഷ്ടപ്പാടുകളെല്ലാം ആൻ ഫ്രാങ്ക് അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഡയറി പിൽക്കാലത്ത് എന്ത് ചെയ്തു, ഒരുപാട് ഭാഷകളിലേക്ക്, അത് ശരിക്കും പറഞ്ഞാൽ ഡച്ച് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, അത് പിൽക്കാലത്ത് ഒരുപാട് ഭാഷകളിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നായിട്ട് ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പ് മാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫ്രം ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. അപ്പോൾ ആൻ ഫ്രാങ്ക് എന്നാ ജനിച്ചത് എന്ന് ആദ്യം പറയാം. ശരിക്കും പറഞ്ഞാൽ അനലീസ് മേരി ആൻ ഫ്രാങ്ക് അല്ലേ. 12th June 1929 and February or March 1945 was a German-born Jewish girl who wrote while in hiding with her family and 4 friends in Amsterdam during the German occupation of the Netherlands in World War II. അപ്പോൾ നോക്കി, അനലീസ് മേരി ആൻ ഫ്രാങ്ക് എന്നായിരുന്നു അവരുടെ മുഴുവൻ പേര്. ഷി വാസ് ബോൺ ഓൺ 12th June 1929 അല്ലേ, 1929 ജൂൺ 12 അവർ ജനിച്ചത്. എന്നിട്ടോ മരിച്ചതെന്നാണ് നോക്കി, ഫെബ്രുവരി ഓർ മാർച്ച് 1945 അല്ലേ, കൃത്യമായി അറിയില്ല ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ്. 1945 ഫെബ്രുവരി ഓർ മാർച്ചിലാണ് ആര് മരിച്ചത്, ആൻ ഫ്രാങ്ക് മരിച്ചത്. അതായത് 1945ൻ്റെ പ്രത്യേകത എന്താണ്, 1945ലാണ് സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1918 സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945 ആണ്. അപ്പോൾ ഈ 1945 അതായത് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്ന വർഷത്തിലാണ് ആര് മരിച്ചു പോകുന്നത്, ആൻ ഫ്രാങ്ക് മരിച്ചു പോകുന്നത്. ഓക്കെ, പിന്നെ നോക്കൂ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. The diary was given to Anne Frank for her 13th birthday and chronicles the events of her life from 12th June 1942 until its final entry of 1st August 1944 അല്ലേ. അപ്പോൾ ഇവരൊരു നെതർലാൻഡിൽ ജനിച്ചൊരു ജൂയിഷ് ഗേളാണ്. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഈ ഹിറ്റ്ലർ എന്ത് ചെയ്തു, നെതർലാൻഡ്സ് കീഴടക്കിയപ്പോൾ ഇവരെ എല്ലാവരെയും എന്ത് ചെയ്തു, ആംസ്റ്റർഡാമിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു അല്ലേ. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ആൻ ഫ്രാങ്ക് അവളുടെ ഡയറിയിലെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയത്, ഡയറി വാസ് ഗിവൻ ടു ആൻ ഫ്രാങ്ക് ഫോർ ഹർ 13th birthday അല്ലേ. അപ്പോൾ 13ാമത്തെ ബർത്ത്ഡേക്കാണ് ആൻ ഫ്രാങ്കിന് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് കിട്ടുന്നത്, ഈ ഡയറി കിട്ടുന്നത്. ആൻഡ് ക്രോണിക്കിൾസ് ദ ഇവൻറ്റ്സ് ഓഫ് ഹർ ലൈഫ് ഫ്രം 12th June 1942 until its final entry of 1st August 1944 അല്ലേ. അപ്പോൾ 1942 ജൂൺ 12 മുതൽ 1944 ഓഗസ്റ്റ് 1 വരെയുള്ള കുറേ കാര്യങ്ങൾ ആൻ ഫ്രാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെയോ, ഇറ്റ് വാസ് ഇവൻച്വലി ട്രാൻസ്ലേറ്റഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഡച്ച് ഇൻ ടു മെനി ലാംഗ്വേജസ് ആൻഡ് ബിക്കം വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് വൈഡ്ലി റെഡ് ബുക്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ആയ ഡച്ചിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്തു, പല ഭാഷകളിലേക്ക് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ലോകത്തിൽ ഒരുപാട് പേര് വായിക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു. ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം.
ഓക്കെ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എന്താണ് ഹൊറേഴ്സോ അല്ലെങ്കിൽ എന്താണ് ഹിറ്റ്ലറിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ആര് പറയുന്നില്ല, ആൻ ഫ്രാങ്ക് പറയുന്നില്ല. അതായത് ഇത് ഈ ഡയറി അവൾക്ക് എങ്ങനെ കിട്ടി, അവളുടെ എന്താണ് ആ ഒരു മനോഹരമായ കുട്ടിക്കാലം, സ്കൂള്, ഫ്രണ്ട്സ്, അതൊക്കെ മാത്രമാണ് ഇതിൽ പറഞ്ഞത്, നമുക്ക് പഠിക്കാനുള്ള പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഹോളോകോസ്റ്റോ അതിൻ്റെ എന്താണ് ഹൊറേഴ്സോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇത് അങ്ങനെ എന്താണ് ഒരു ട്രാജിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് വളരെ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ ചൈൽഡ്ഹുഡിൻ്റെ കുറേ ഈവൻസ് മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള സംഭവമാണ്. അപ്പോൾ നോക്കാം. റൈറ്റിംഗ് ഇൻ എ ഡയറി ഈസ് എ റിയലി സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ഫോർ someone like me. Not only because I have never written anything before, but also because it seems to me that later on neither I nor anyone else will be interested in the musings of a 13-year-old schoolgirl. Oh well, it doesn't matter. I feel like writing, and I have an even great need to get all kinds of things off my chest. അപ്പോൾ നോക്കിയേ, റൈറ്റിംഗ് ഇൻ എ ഡയറി, ഒരു ഡയറിയിൽ എഴുതുക എന്ന് പറയുന്നത് ഇസ് എ റിയലി സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ഫോർ someone ലൈക്ക് മീ, അല്ലേ? എന്നെ പോലെ ഉള്ളൊരു പേഴ്സണ് ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, അല്ലേ? അതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു അനുഭവമാണ്. പിന്നെയോ, നോട്ട് ഓൺലി ബിക്കോസ് ഐ ഹാവ് നെവർ റിട്ടൺ എനിത്തിങ് ബിഫോർ, അല്ലേ? ഇതിനു മുമ്പ് ഞാൻ ഒന്നും തന്നെ എഴുതിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ബട്ട് ഓൾസോ ബിക്കോസ് ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ലേറ്റർ ഓൺ, അല്ലേ, പിന്നീട് നെയ്തർ ഐ നോർ എനിയോൺ, അല്ലേ, ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ മ്യൂസിക് ഓഫ് എ 13-year-old സ്കൂൾ ഗേൾ, അല്ലെ? 13 വയസ്സുള്ള ഒരു സ്കൂൾ ഗേളിൻ്റെ ഈ മ്യൂസിങ്സ്, അല്ലെ? മ്യൂസിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? എഴുത്ത് കുത്തുകൾ, അല്ലെ? അപ്പോൾ ഈ എഴുത്തിൽ എന്ത് ചെയ്യില്ല? താല്പര്യം കാണിക്കില്ല. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഡയറി എഴുതുന്ന ഒരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ആയിട്ട് ആൻ ഫ്രാങ്കിന് തോന്നുന്നത്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഫ്രാങ്ക് ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? പ്രത്യേകിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടേ ഇല്ല. രണ്ട്, ആൻ ഫ്രാങ്കിന് തന്നെ അറിയാം കുറേ കാലം കഴിയുമ്പോൾ, എന്താണ്, ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു 13 വയസ്സുകാരിയുടെ ഈ എഴുത്തിൽ അവൾക്കോ, അതായത് ആൻ ഫ്രാങ്കിനോ അല്ലെങ്കിൽ മറ്റാർക്കുമോ ഒരു താല്പര്യവും തോന്നാൻ ഇടയില്ല, അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെയോ, പക്ഷെ ആൻ ഫ്രാങ്ക് പറയാണ് ബട്ട് ഇറ്റ് ഡസൻ മാറ്റർ, അതിൽ പക്ഷേ കാര്യമൊന്നും തോന്നുന്നില്ല. ഐ ഫീൽ ലൈക്ക് റൈറ്റിംഗ്, എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുകയാണ്? എനിക്ക് എഴുതാൻ തോന്നുകയാണ്, അല്ലേ? അപ്പോൾ ഇത് നാളെ ആരും ശ്രദ്ധിക്കില്ലായിരിക്കും, എനിക്ക് പോലും നാളെ ഈ ഡയറിയിൽ ഒരു താല്പര്യവും കാണില്ലായിരിക്കും. ബട്ട് ഐ ഫീൽ ലൈക്ക് റൈറ്റിംഗ്, പക്ഷേ എനിക്ക് എന്താണ് അതിലെഴുതാൻ തോന്നുന്നത്. ആൻഡ് ഐ ഹാവ് ആൻ ഈവൻ ഗ്രേറ്റർ നീഡ് ടു ഗെറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ഓഫ് മൈ ചെസ്റ്റ്, അല്ലേ? ഐ ഹാവ് ആൻ ഈവൻ ഗ്രേറ്റർ നീഡ്, എനിക്ക് കുറച്ചുകൂടി ആവശ്യമുണ്ട്. എന്താണ്? ടു ഗെറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ഓഫ് മൈ ചെസ്റ്റ്, അല്ലേ? എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എൻ്റെ ചെസ്റ്റിൽ നിന്ന്, എൻ്റെ നെഞ്ചിൽ നിന്ന് ഇറക്കി വെക്കണമെന്ന് എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്, അല്ലേ? അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലേ? ആരോടും പറഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ എന്താണ് സീക്രട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? എൻ്റെ മനസ്സിലിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഇറക്കി വെക്കണം, എൻ്റെ ഭാരം ഇറക്കി വെക്കണം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഡയറി ഉപയോഗിക്കുക. പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ. ഐ തോട്ട് ഓഫ് ദിസ് സേയിങ് one of those days when I was feeling a little depressed and was sitting at home with my chin in my hands, bored and listless, wondering whether to stay in or go out. I finally stayed where I was, brooding, yes, paper does have more patience. And since I am not planning to let anyone else read this stuff-bagged notebook, grandly referred to as a diary, unless I should ever find a real friend, it probably won't make a bit of difference. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അടുത്ത ഒരു സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഒരു കോട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ, അല്ലേ? പേപ്പറിന് എന്തുണ്ട്? ഹാസ് മോർ പേഷ്യൻസ്, ക്ഷമയുണ്ട്, ദാൻ പീപ്പിൾ, ആരെക്കാളും? ആൾക്കാരെക്കാളും, മനുഷ്യരെക്കാളും, അല്ലേ? അപ്പം മനുഷ്യരെക്കാളും ഏറ്റവും ക്ഷമയുള്ളത് എപ്പോഴും എന്തിനാണ്? പേപ്പറിനാണ്. ഐ തോട്ട് ഓഫ് ദിസ് സേയിങ് ഓൺ ദോസ് ഡേയ്സ് വെൻ ഐ വാസ് ഫീലിംഗ് എ ലിറ്റിൽ ഡിപ്രസ്ഡ്, അല്ലേ? ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് എപ്പോഴാണ്? ഓൺ ഡേ
വെൻ ഐ വാസ് ഫീലിംഗ് എ ലിറ്റിൽ ഡിപ്രസ്ഡ്, അല്ലേ, ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന, കുറച്ച് നിരാശയായിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം വിത്ത് മൈ ചിൻ ഇൻ മൈ ഹാൻഡ്സ്, അല്ലേ, ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ചിൻ ഇൻ മൈ ഹാൻഡ്, അല്ലേ, എൻ്റെ താടി കയ്യിൽ ഒതുക്കി, അതായത് താടിക്ക് കയ്യും കൊടുത്ത് വീട്ടിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്നിട്ടോ വണ്ടറിങ്, ഐ വാസ് തിങ്കിങ് വെദർ ടു സ്റ്റേ ഇൻ ഓർ ഗോ ഔട്ട്, അല്ലേ, ഇവിടെ നിൽക്കണോ അതോ പുറത്ത് വല്ലതും പോകണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഫൈനലി സ്റ്റേഡ് വെയർ ഐ വാസ്, അവസാനം ഞാൻ എന്ത് ചെയ്തു? എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ഇരുന്നു. യെസ്, പേപ്പർ ഡസ് ഹാവ് മോർ പേഷ്യൻസ്, അല്ലേ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പേപ്പറിന് എന്തുണ്ട്? മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ, അല്ലേ, മനുഷ്യരെക്കാൾ എപ്പോഴും എന്താണ്? ക്ഷമ ഉള്ളത്. അതായത് ഒരു വ്യക്തി ക്ഷമയോട് കേൾക്കുവാൻ ആർക്കേ സാധിക്കുള്ളൂ? പേപ്പറിനെ സാധിക്കുള്ളൂ. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഒരു പേപ്പറിൽ എന്ത് ചെയ്യാം? കുറിച്ച് വയ്ക്കാം, അല്ലേ, പേപ്പർ ഒന്നും തന്നെ തിരിച്ചു ചെയ്യില്ല, അല്ലേ. പക്ഷെ നമ്മളൊരു പേഴ്സണോടാണ് പറയുന്നതെങ്കിൽ, ഒരു വ്യക്തിയോടാണ് പറയുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? അത് കേൾക്കാനുള്ള പേഷ്യൻസ്, ക്ഷമ പലപ്പോഴും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതാണ് ഉദ്ദേശം. എന്നിട്ട് പറയാണ്, ആൻഡ് സിൻസ് ഐ എം നോട്ട് പ്ലാനിങ് ടു ലെറ്റ് എനിവൺ എൽസ് റീഡ് ദിസ് ടഫ് ബാഗ്ഡ് നോട്ട്ബുക്ക് ഗ്രാൻഡ്ലി റെഫേർഡ് ടു അസ് എ ഡയറി, അല്ലേ, അപ്പം ഞാനിത് മറ്റൊരാളെയും കാണിക്കാൻ എന്ത് ചെയ്യുന്നില്ല? ഉദ്ദേശിക്കുന്നില്ല. ഈ ഡയറി എന്ന് വിളിക്കാൻ പറ്റുന്ന ഈ നോട്ട്ബുക്കിനെ ഞാൻ മറ്റാർക്കും എന്ത് ചെയ്യുന്നില്ല? കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ അൺലെസ് ഐ ഷുഡ് എവർ ഫൈൻഡ് എ റിയൽ ഫ്രണ്ട്, അല്ലേ, അപ്പോൾ ഞാൻ എന്താണ്? അൺലെസ് ഐ ഷുഡ് ഫൈൻഡ് എ റിയൽ ഫ്രണ്ട്, അല്ലേ, ഞാൻ ഒന്നുകിൽ എന്ത് ചെയ്യണം? ഒരു റിയൽ ഫ്രണ്ടിനെ കണ്ടെത്തണം. അപ്പോൾ എനിക്ക് ഇതുവരെയ്ക്ക് എന്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം? ഒരു യഥാർത്ഥ സുഹൃത്ത് ഇല്ല. ഇനിയോ ഇറ്റ് പ്രോബബ്ലി വോണ്ട് മേക്ക് എ ബിറ്റ് ഓഫ് ഡിഫറൻസ്, ഇനി ഒരു സുഹൃത്തിനെ കണ്ടെത്തിയാലും ഈ ഡയറി ഞാൻ എപ്പോഴും എന്നോടൊപ്പം തന്നെ സൂക്ഷിക്കണം, അതിലൊരു വ്യത്യാസവും ഉണ്ടാകില്ല. Now I am back to the point that prompted me to keep a diary in the first place. I don't have a friend. അപ്പോൾ വീണ്ടും അവർ തിരിച്ചു വരികയാണ്, അല്ലേ. അപ്പോൾ എന്താണ്? എന്തുകൊണ്ടാണ് എഴുതി തുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് പോയത്, അല്ലേ. നോക്കി വീണ്ടും പറയണേ, നൗ ഐ ആം ബാക്ക് ടു ദ പോയിന്റ്, ഇപ്പോൾ ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ്. that prompted me to keep a diary in the first place, അല്ലേ. എന്തുകൊണ്ടാണ് ഞാനൊരു ഡയറി എന്ത് ചെയ്യുന്നത്? സൂക്ഷിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളത്. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ ഫ്രണ്ട്, എനിക്ക് എന്തില്ല? ഐ ഡോണ്ട് ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു സുഹൃത്തില്ല. Let me put it more clearly, since no one will believe that a 13-year-old schoolgirl is completely alone in the world, and I am not. I have loving parents and a 16-year-old sister, and there are about 30 people I can call friends. I have a family, loving aunts and a good home. No, on the surface, I seem to have everything except my one true friend. All I think about when I am with friends is having a good time. I can't bring myself to talk about anything but ordinary, everyday things. We don't seem to be able to get any closer, and that is the problem. Maybe it's my fault that we don't confide in each other. In any case, that's just how things are, and unfortunately, they are not liable to change. This is why I have started the diary. അപ്പോൾ എന്തുകൊണ്ടാണ് ആൻ ഫ്രാങ്ക് ഡയറി എഴുതാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷീ ഡിഡിൻറ്റ് ഹാവ് എ ഫ്രണ്ട്. എന്തുണ്ടായിരുന്നില്ല? ആൻ ഫ്രാങ്കിന് ഒരു സുഹൃത്തുണ്ടായിരുന്നില്ല, അല്ലേ. അപ്പോൾ ആൻ ഫ്രാങ്ക് തന്നെ പറയുകയാണ്, എന്താണ്? ഒരു 13 വയസ്സുള്ള, അല്ലെ, 13-year-old സ്കൂൾ ഗേൾ, അല്ലേ, അവർ ഈ ലോകത്ത് പൂർണ്ണമായും ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യവുമല്ല. കാര്യം സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കാണും? ഫ്രണ്ട്സ് കാണും, പിന്നെ ഫാമിലി ഉണ്ട്, അല്ലെ. അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് ആൻ ഫ്രാങ്കിൻ്റെ. അതാണ് ആൻ ഫ്രാങ്ക് പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ പുട്ട് ഇറ്റ് മോർ ക്ലിയർലി, ഞാൻ കുറച്ചുകൂടി തെളിച്ച് പറയാം. സിൻസ് നോ വൺ വിൽ ബിലീവ്, ആരും തന്നെ വിശ്വസിക്കില്ല, എന്താണ്? ദാറ്റ് എ 13-year-old സ്കൂൾ ഗേൾ ഈസ് കംപ്ലീറ്റ്ലി അലോൺ ഇൻ ദ വേൾഡ്, അല്ലേ. അപ്പോൾ 13 വയസ്സുള്ള ഒരു സ്കൂൾ ഗേൾ ഈ ലോകത്ത് തീർത്തും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും അത് വിശ്വസിക്കില്ല. പിന്നെയോ ആൻഡ് ഐ ആം നോട്ട്, ഞാൻ അങ്ങനെയും അല്ല, അല്ലേ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അല്ല. ഐ ഹാവ് ലവിങ് പാരൻസ്, എനിക്ക് എന്തുണ്ട്? എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന പാരൻസ്. ആൻഡ് എ 16-year-old സിസ്റ്റർ, 16 വയസ്സുള്ള
സിസ്റ്റർ ഉണ്ട്. ആൻഡ് ദർ ആർ അബൌട്ട് 30 പീപ്പിൾ ഐ ക്യാൻ കോൾ ഫ്രണ്ട്സ്. അല്ലേ, എനിക്ക് സുഹൃത്ത് എന്ന് വിളിക്കാൻ പറ്റുന്ന എന്താണ് ഒരു 30ഓളം ആൾക്കാർ എന്തുണ്ട് എൻ്റെ കൂടെ ഉണ്ട്. ഐ ഹാവ് എ ഫാമിലി, എനിക്കൊരു കുടുംബമുണ്ട്. ലവിങ് ആൺസ് ആൻഡ് എ ഗുഡ് ഹോം, അതുപോലെ തന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൺസ് ഉണ്ട്. അല്ലേ, ആൻഡ് എ ഗുഡ് ഹോം, നല്ലൊരു വീടുണ്ട്. നോ, ഓൺ ദ സർഫൈസിൽ നോക്കുമ്പോൾ, അതായത് ഏറ്റവും മുകളിൽ ഉപരിതലത്തിൽ നോക്കുമ്പോൾ ഐ സീം ടു ഹാവ് എവ്രിതിങ്, എനിക്കെല്ലാം ഉണ്ടെന്ന് തന്നെ കാണാം. ബട്ട് എക്സെപ്റ്റ് മൈ വൺ ട്രൂ ഫ്രണ്ട്, എന്ത് മാത്രമാണ് ഇല്ലാത്തത്? വൺ ട്രൂ ഫ്രണ്ട്, ഒരു സുഹൃത്ത് മാത്രമാണ് ഇല്ലാത്തത്. ഒരു യഥാർത്ഥ സുഹൃത്തൊഴികെ ബാക്കിയെല്ലാം തന്നെ എനിക്കുണ്ട്. All I think about when I am with friends is having a good time. I can bring myself to talk about anything but ordinary everyday things. അല്ലേ, all I think, ഞാൻ കരുതുന്നത് about when I am with friends, അല്ലേ, സുഹൃത്തുക്കളോടൊപ്പം ഉള്ളപ്പോൾ ഞാൻ കരുതുന്നത് എന്താണ്? is having a good time. I can bring myself to talk about anything. അല്ലേ, എനിക്ക് പല കാര്യങ്ങളും അവരോട് പറയാൻ പറ്റുന്നില്ല. എന്തൊഴികെ? ഓർഡിനറി എവറിഡേ തിങ്സ്. അല്ലേ, സാധാരണ എപ്പോഴത്തെയും കാര്യങ്ങളല്ലാണ്ട് മറ്റൊരു കാര്യവും എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ തോന്നുന്നില്ല. വി ഡോണ്ട് സീം ടു ബി ഏബിൾ ടു ഗെറ്റ് എനി ക്ലോസർ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ആകാറുമില്ല, അടുക്കാറുമില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ പ്രോബ്ലം, അത് തന്നെയാണ് പ്രശ്നം. മേ ബി ഇറ്റ്സ് മൈ ഫോൾട്ട് ദാറ്റ് വി ഡോണ്ട് കൺഫൈഡ് ഇൻ ഈച്ച് അതർ. അല്ലേ, എന്താണ്? ഒരു പക്ഷേ അതെന്തായിരിക്കാം? അത് എൻ്റെ തന്നെ കുഴപ്പമായിരിക്കാം. that we don't confide in each other. Confide the meaning in that to tell personal things privately to a person that one trusts. അല്ലേ, അപ്പം നമ്മൾ പരസ്പരം എന്താണ് കാര്യങ്ങൾ സംസാരിക്കാത്തത് ഒരുപക്ഷെ എൻ്റെ തന്നെ തെറ്റായിരിക്കാം. ഇൻ എനി കേസ് എന്ത് തന്നെ ആയാലും ദാറ്റ്സ് ജസ്റ്റ് ഹൗ തിങ്സ് ആർ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ദേ ആർ നോട്ട് ലയബിൾ ടു ചേഞ്ച്, അവരൊന്നും മാറേണ്ട കാര്യവുമില്ല. ദിസ് ഈസ് വൈ ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ ഡയറി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു ഡയറി എഴുതുന്നത്. അല്ലേ, അപ്പോൾ എന്തുകൊണ്ടാണ് ഡയറി എഴുതുന്നതെന്ന് വെച്ചാൽ എന്താണ്? ഷീ ഡിഡൻറ്റ് ഹാവ് എ ട്രൂ ഫ്രണ്ട്. അല്ലേ, അപ്പോൾ ഒരു യഥാർത്ഥ സുഹൃത്ത് ആൻ ഫ്രാങ്കിന് ഇല്ലാത്തത് കൊണ്ടാണ് ആൻ ഫ്രാങ്ക് എന്ത് ചെയ്യുന്നത്? ഡയറി എഴുതുന്നതെന്നാണ് പറയുന്നത്. അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തോട് ഒറ്റയ്ക്കാണെന്നല്ല. ഷീ ഹാസ് എ ഫാമിലി. ഷീ ഹാസ് അബൌട്ട് 30 പീപ്പിൾ ഹു ഷീ ക്യാൻ കോൾ ദം as ഫ്രണ്ട്സ്. അല്ലെ, അപ്പോൾ സുഹൃത്തുക്കളെന്ന് വിളിക്കാൻ പറ്റുന്ന 30ഓളം ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്, ലവിങ് പാരൻസ് ഉണ്ട്, അല്ലെ, നല്ല വീടുണ്ട്, സിസ്റ്റർ ഉണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഉണ്ടെങ്കിലും എന്ത് മാത്രമാണ് ഇല്ലാത്തത്? ഒരു ട്രൂ ഫ്രണ്ട് മാത്രമാണ് ഇല്ലാത്തത്. അപ്പോൾ ആ ട്രൂ ഫ്രണ്ടായിട്ട് ആൻ ഫ്രാങ്ക് ആരെ കാണുകയാണ്? എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രണ്ടായിട്ട് ആരെ കാണുകയാണ്? ഈ ഡയറിയെ കാണുകയാണ്. To enhance the image of this long-awaited friend in my imagination, I don't want to jot down the facts in the diary the very most people would do, but I want the diary to be my friend, and I am going to call this friend Kitty. അപ്പോൾ നോക്കിയേ, to enhance the image of this long-awaited friend in my imagination. അപ്പോൾ എൻ്റെ ഇമാജിനേഷനിൽ എപ്പോഴും എന്തുണ്ടായിരുന്നു? ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അല്ലേ, എന്നിട്ടോ ഐ ഡോണ്ട് വാണ്ട് ടു ജോട്ട് ഡൗൺ ദ ഫാക്ട്സ് ഇൻ ദിസ് ഡയറി ദ വേ മോസ്റ്റ് പീപ്പിൾ വുഡ് ഡു, ബട്ട് ഐ വാണ്ട് ദ ഡയറി ടു ബി മൈ ഫ്രണ്ട്. അല്ലേ, അപ്പോൾ എല്ലാവരും എഴുതുന്നത് പോലെ എന്തെങ്കിലും എഴുതി വെക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് ദിസ് ഡയറി ടു ബി മൈ ഫ്രണ്ട്. ഈ ഡയറി എന്തായി കാണണം? എൻ്റെ സുഹൃത്തായിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ ആം ഗോയിങ് ടു കോൾ ദിസ് ഫ്രണ്ട് കിറ്റി. ഞാൻ ഈ ഡയറി എന്തെന്ന് വിളിക്കുന്നു? കിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡയറിക്ക് ആൻ ഫ്രാങ്ക് അങ്ങനെ എന്ത് ചെയ്തു? ഒരു പേരും ഇട്ടു. സിൻസ് നോ വൺ വുഡ് അണ്ടർസ്റ്റാൻഡ് എ വേർഡ് ഓഫ് മൈ സ്റ്റോറീസ് ടു കിറ്റി ഇഫ് ഐ were to plunge right in, I would better provide a brief sketch of my life, much as I dislike doing so. അപ്പോൾ നോക്കിയേ, സിൻസ് നോ വൺ വുഡ് അണ്ടർസ്റ്റാൻഡ് എ വേർഡ് ഓഫ് മൈ സ്റ്റോറീസ് ടു കിറ്റി ഇഫ് ഐ were plunged right in, I would better provide a brief sketch of my life, much as I dislike doing so. അപ്പോൾ ഈ കിറ്റിയോട് എന്താണ് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? എൻ്റെ ഒരു
സ്കെച്ച് ഓഫ് മൈ ലൈഫ് അല്ലേ, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. അല്ലെങ്കിൽ കിറ്റിക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ കിറ്റിയോട് പറയാൻ പോവുകയാണ്. മൈ ഫാദർ, എൻ്റെ അച്ഛൻ, ദ മോസ്റ്റ് അഡോറബിൾ ഫാദർ ഐ ഹാവ് എവർ സീൻ, ഡിഡ്ന്റ് മാരി മൈ മദർ അണ്ടിൽ ഹി വാസ് 36 ആൻഡ് ഷീ വാസ് 25 അല്ലേ. അപ്പോൾ പറയാം, മൈ ഫാദർ, എൻ്റെ അച്ഛൻ എന്താണ്, ദ മോസ്റ്റ് അഡോറബിൾ ഫാദർ ഐ ഹാവ് എവർ സീൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഡോറബിൾ ആയിട്ടുള്ള, ഏറ്റവും സ്നേഹമയ്യായ ഫാദർ അല്ലേ. അപ്പോൾ എന്താണ്, അദ്ദേഹം ഡിഡ്ന്റ് മാരി മൈ മദർ, എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതേ ഇല്ല, അൺടിൽ ഹി വാസ് 36 ആൻഡ് ഷീ വാസ് 25 അല്ലേ. എന്താണ്, അദ്ദേഹത്തിന് 36 അമ്മയ്ക്ക് 25 വയസ്സാകുന്നത് വരെയും അവർ വിവാഹം കഴിച്ചിട്ടേ ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അമ്മയ്ക്ക് 25 അച്ഛന് 36 വയസ്സുള്ളപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, വിവാഹം കഴിക്കുന്നത്. എന്നിട്ടോ മൈ സിസ്റ്റർ മാർഗറ്റ്, ഇനി എന്താണ് സഹോദരിയുടെ പേര്, മാർഗറ്റ് ഫ്രാങ്ക് അല്ലെ, വാസ് ബോൺ ഇൻ ഫ്രാങ്ക്ഫ്രൂട്ട് ഇൻ ജർമ്മനി ഇൻ 1926. 1926 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫ്രൂട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സിസ്റ്ററായിട്ടുള്ള മാർഗറ്റ് ജനിച്ചത്. ഐ ലീവ്ഡ് ഇൻ ഫ്രാങ്ക്ഫ്രൂട്ട് അണ്ടിൽ ഐ വാസ് 4. അൺടിൽ ഐ വാസ് 4, എനിക്ക് 4 വയസ്സാകുന്നത് വരെ വി ലീവ്ഡ് ഇൻ ഫ്രാങ്ക്ഫ്രൂട്ട്. നമ്മൾ എവിടെയാണ് ജീവിച്ചത്, ഫ്രാങ്ക്ഫ്രൂട്ടിലാണ് ജീവിച്ചത്. മൈ ഫാദർ ഇമിഗ്രേറ്റഡ് ടു ഹോളണ്ട് ഇൻ 1933. 1933 എന്ത് ചെയ്തു, ഫാദർ എന്ത് ചെയ്തു, ഹോളണ്ടിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്തു, പോയി. എന്നിട്ടോ മൈ മദർ എഡിത്ത് ഹോളണ്ട് ഓഫ് ഫ്രാങ്ക് വെൻ വിത്ത് ഹിം ടു ഹോളണ്ട് ഇൻ സെപ്റ്റംബർ, വൈൽ മാർഗറ്റ് ആൻഡ് ഐ were sent to Aiken to stay with our grandmother. അപ്പോഴോ ഇനി മൈ മദർ, എൻ്റെ അമ്മ, എന്താ അമ്മയുടെ പേര്, എഡിത്ത് ഹോളണ്ട് ഫ്രാങ്ക് അല്ലേ, അവരെന്ത് ചെയ്തു, വെൻറ്റ് വിത്ത് ഹിം ടു ഹോളണ്ട് ഇൻ സെപ്റ്റംബർ അല്ലേ. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ അമ്മയും എന്ത് ചെയ്തു, അച്ഛനോടൊപ്പം എവിടേക്ക് പോയി, ഹോളണ്ടിലേക്ക് പോയി. എന്നിട്ടോ വൈൽ മാർഗറ്റ് ആൻഡ് ഐ, എന്നെയും മാർഗറ്റിനെയും എന്ത് ചെയ്തു, വെർ സെൻറ്റ് ടു എയ്ക്കൺ ടു സ്റ്റേ വിത്ത് അവർ ഗ്രാൻഡ് മദർ, നമ്മുടെ ഗ്രാൻഡ് മദറിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് എയ്ക്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു. മാർഗറ്റ് വെൻറ്റ് ടു ഹോളണ്ട് ഇൻ ഡിസംബർ ആൻഡ് ഐ ഫോളോവിഡ് ഇൻ ഫെബ്രുവരി. പക്ഷേ എന്നിട്ടോ ഡിസംബർ മാസമായപ്പോൾ മാർഗറ്റും ഫെബ്രുവരി മാസമായപ്പോൾ ആരും, നമ്മുടെ ആൻ ഫ്രാങ്കും എവിടേക്ക് പോയി, ഹോളണ്ടിലേക്ക് പോയി. അങ്ങനെ പല സെക്ഷനായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഹോളണ്ടിലേക്ക് പോകുന്നത്. I followed in February while I was plunked down on the table as a birthday present for Margaret അല്ലേ. അപ്പോൾ എന്താണ്, ഞാൻ അങ്ങനെ മാർഗറ്റിൻ്റെ ഒരു ബർത്ത്ഡേ പ്രസൻറ്റുമായിട്ട് ഹോളണ്ടിലേക്ക് പോകും. I started right away at the Montessori nursery school. I stayed there until I was 6 അല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹോളണ്ടിൽ സ്റ്റേ ചെയ്തു until I was 6 അല്ലേ, എനിക്ക് 4 വയസ്സാകുന്നത് വരെ. I stayed there until I was 6, at which time I started in the first form അല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫോമിലേക്ക്, അതായത് നമ്മൾ 1ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് ഫോമിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. In the 6th form my teacher was Mrs. Cooperus, the headmistress. At the end of the year we were both in tears as we said a heartbreaking farewell അല്ലേ. അപ്പോൾ 6th ഫോമിലായപ്പോൾ, 6ാം ക്ലാസ്സിലായപ്പോഴേക്കും എന്താണ്, അന്ന് എൻ്റെ ടീച്ചർ ആരായിരുന്നു, വാസ് മിസ്സസ് ക്യൂപ്പറസ് ആയിരുന്നു എൻ്റെ ടീച്ചർ അല്ലേ. അപ്പോൾ എന്താണ്, അറ്റ് വിച്ച് ടൈം ഐ സ്റ്റാർട്ടഡ് ഇൻ ദ ഫസ്റ്റ് ഫോം, ദ 6th ഫോം മൈ ടീച്ചർ വാസ് മിസ്സസ് ക്യൂപ്പറസ്, ദ ഹെഡ് മിസ്ട്രസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വി വെയർ ബോത്ത് ഇൻ ടീയേഴ്സ് ആസ് വി സെഡ് എ ഹാർട്ട് ബ്രേക്കിംഗ് ഫെയർവെൽ. എന്നോട് യാത്ര പറയാൻ നേരം നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്തു, ബോത്ത് വെയർ ഇൻ ടീയേഴ്സ് അല്ലേ. നമ്മൾ എന്താണ്, കണ്ണുനീരോട് കൂടിയാണ് പരസ്പരം യാത്ര പറഞ്ഞത്. അതായത് സ്കൂൾ കഴിഞ്ഞ് അവിടെ നിന്ന് പോയപ്പോൾ ആൻ ഫ്രാങ്കും മിസ്സസ് ക്യൂപ്പറസും എന്ത് ചെയ്തു, കരഞ്ഞുകൊണ്ടാണ് പരസ്പരം വിട പറഞ്ഞത്. എന്നിട്ടോ ഇൻ ദ സമ്മർ ഓഫ് 1941 grandma fell ill and had to have an operation, so my birthday passed with little celebration. നോക്കേ, ഇൻ ദ സമ്മറിൽ, വേനൽക്കാലത്ത്, ഓഫ് 1941 എന്ന് 1941 ഫെൽ ഇൽ, ആര്, ഗ്രാൻഡ്മ ഫെൽ ഇൽ അല്ലെ, എൻ്റെ മുത്തശ്ശിക്ക് വയ്യാണ്ടാവുകയും, ആൻഡ് ഹാഡ് ടു ഹാവ് ആൻ ഓപ്പറേഷൻ, എന്ത്, ഒരു ഓപ്പറേഷൻ വേണ്ടി വരികയും ചെയ്തു.
സോ അതുകൊണ്ട് തന്നെ മൈ ബർത്ത്ഡേ പാസ്ഡ് വിത്ത് ലിറ്റിൽ സെലിബ്രേഷൻ. എൻ്റെ ബർത്ത്ഡേ എങ്ങനെയായിരുന്നു? ഇറ്റ് പാസ്ഡ്, അത് കഴിഞ്ഞു പോയി. വിത്ത് ലിറ്റിൽ സെലിബ്രേഷൻ. എന്താ ലിറ്റിലിൻ്റെ മീനിങ്? ലിറ്റിൽ ആണെങ്കിൽ കുറച്ച് എന്നാണ്, ലിറ്റിൽ ആണെങ്കിൽ നെഗറ്റീവ് മീനിങ് നോ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലിറ്റിൽ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെലിബ്രേറ്റഡ് ഇല്ല, സെലിബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് അല്ലേ. അപ്പോൾ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ടാണ് എൻ്റെ 1941 ബർത്ത്ഡേ കടന്നുപോയത്. ഗ്രാൻഡ്മ ഡൈഡ് ഇൻ ജാനുവരി 1942. 1942 ജാനുവരി ആയപ്പോഴേക്കും ആര് മരിച്ചുപോയി? ഗ്രാൻഡ്മ മരിച്ചുപോയി. നോ വൺ നോസ് ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഹർ ആൻഡ് ഐ സ്റ്റിൽ ലവ് ഹർ. നോ വൺ നോസ്, ആർക്കും അറിയില്ല. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഹർ, ഞാൻ അവരെ എത്ര തവണ അവരെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നോ. ആൻഡ് ഐ സ്റ്റിൽ ലവ് ഹർ, ഞാൻ അവരെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെന്നോ. നോ വൺ നോസ്, ആർക്കും അറിയില്ല. This birthday celebration in 1942 was intended to make up for the other, and grandma's candle was lit along with the rest. അല്ലേ? This birthday celebration in 1942. അപ്പം 1942 ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ, അതായത് 1942 ഈ ഡയറി കിട്ടുന്നത്. അപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ was intended to make up for the other, and grandma's candle was lit along with the rest. അല്ലെ, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ഇവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. പക്ഷെ എന്നാലും എന്താണ്, ഗ്രാൻഡ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. The four of us are still doing well, and that brings me to the present date of 20th June 1942 and the solemn dedication of my diary. അല്ലേ, the four of us are still doing well. നമ്മൾ 4 പേരും ഇപ്പോഴും നന്നായി തന്നെ ഇരിക്കുന്നു. 4 പേരെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? ഫാദർ, മദർ, പിന്നെ ആൻ ഫ്രാങ്കും മാർഗറ്റ് ഫ്രാങ്കും അല്ലേ. അപ്പം നമ്മൾ 4 പേരും വളരെ സുഖമായി തന്നെ ഇരിക്കുന്നു. And that brings me to the present date of 20th June 1942 and the solemn dedication of my diary. അപ്പോൾ എന്താണ്, 20th ജൂണിനാണ് എനിക്ക് ഡയറി കിട്ടുന്നത് അല്ലേ. അതായത് ബർത്ത്ഡേ ജൂൺ 12 പ്രസൻറ്റ് കിട്ടുന്നത് 20th ജൂണിനാണ് അല്ലേ. അപ്പോൾ 20th ജൂണിനാണ് എനിക്ക് ബർത്ത്ഡേ പ്രസൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാണ്? ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ.